72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി പുന്നമട ഒരുങ്ങി. ശനിയാഴ്ച പുന്നമട കായലിൽ നടക്കുന്ന ജലമേളയിൽ 9 വിഭാഗങ്ങളിലായി 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങൾ മാറ്റുരയ്ക്കും. ആവേശ പോരാട്ടത്തിനുള്ള കാത്തിരിപ്പിലാണ് വള്ളംകളി പ്രേമികൾ. പുന്നമടക്കായലിൽ ആവേശത്തിന്റെ തുഴത്താളമൊരുക്കുന്ന ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേളയ്ക്കായുള്ള കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ജലരാജാക്കന്മാരുടെ വേഗപ്പോരിന് പുന്നമട ഒരുങ്ങി. 22 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ്, ഇരുട്ടുകുത്തി, ചുരുളൻ, തെക്കനോടി വിഭാഗങ്ങളിലുള്ള വള്ളങ്ങളും മത്സരരംഗത്തുണ്ട്. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. യന്ത്രവൽകൃത സ്റ്റാർട്ടിംഗ് സംവിധാനവും ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാണ്. ചുണ്ടൻ വിഭാഗത്തിൽ 6 ഹീറ്റ്സുകളിലായി മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങൾ ഫൈനലിലെത്തും. നെഹ്റു ട്രോഫിയുടെ ഭാഗമായി ആലപ്പുഴയിലും പുന്നമടയിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. സുരക്ഷാ ജോലികൾക്കായി 1700 പോലീസുകാരെയാണ് നിയോഗിക്കുന്നത്. പുന്നമടയിൽ ഡ്രോണുകളുടെ ഉപയോഗത്തിനും ട്രാക്കുകളിൽ സ്വകാര്യ ബോട്ടുകൾ കയറ്റുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. 1700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത്. ഏകദേശം 16 സെക്ടറിലായിട്ട് 22 ഡിവൈഎസ്പിമാരുടെ 45ഓളം ഇൻസ്പെക്ടർമാരുടെയും കീഴിൽ 1800ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 50ഓളം ബോട്ടുകളിലായിട്ടും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുന്നതിനും ഈ മത്സരങ്ങളുടെ മറ്റ് കൺട്രോളിങ്ങിനൊക്കെ ആയിട്ട് 50ഓളം ബോട്ടുകളിൽ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതാണ്. അതുകൂടാതെ നഗരത്തിലും മറ്റ് ഈ പുന്നമടക്കായലിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഷാഡോ പോലീസിനെ കൂടെ നമ്മൾ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം നേടുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും 4ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സമ്മാനമായി ലഭിക്കും. നാളെ ഉച്ചയ്ക്ക് 2-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കൂടാതെ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹവും പങ്കെടുക്കുന്നു. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ സാറും നമ്മുടെ ഈ പറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് 4 ബോട്ട് നിന്നാണ് ഈ നമ്മുടെ പ്രധാന പവലിയനിലേക്കുള്ള ആൾക്കാരെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതില് VVIPs യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലേക്ക് പാലസിന്റെ ബോട്ട് നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിനും മാസ് ഡ്രില്ലിനും ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരവും നടക്കും. ദൃശ്യമികവും വിവരണചാരുതയും ഒത്തിണങ്ങുന്ന വള്ളംകളിയുടെ ആവേശ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ ദൂരദർശൻ സംഘവും പുന്നമടയിൽ സജ്ജരായിട്ടുണ്ട്. ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.